tired. Hi. I'm actually going out. എവിടെയും പോകണ്ട ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ബട്ട് all of a sudden എൻ്റെ റൂംമേറ്റ് is going for shopping, Diwali shopping. So I thought, yeah, പോകാം. ഇവിടെ സൗക്കാർപേട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. It's kind of very famous for all these shopping kind of things. So I'm planning to go. I'm going. Bye-bye. സോ നമ്മളങ്ങനെ ഷോപ്പിങ്ങിന് പോകാനിറങ്ങി. ആൻഡ് ഇതെൻ്റെ റൂംമേറ്റാണ്. പുള്ളിക്കാരി പറഞ്ഞത് സൗക്കാപ്പേട്ടിൽ കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ല എന്നാണ്. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ എന്ന് പറഞ്ഞ് ഹൈക്കോർട്ടിലേക്കുള്ള മെട്രോ ഞങ്ങൾ കയറി. ഞാൻ ആദ്യമായിട്ടാണ് ചെന്നൈയിൽ വന്നിട്ട് ആരുടെയെങ്കിലും കൂടെ പുറത്ത് പോകുന്നത്. യൂഷ്വലി ഞാൻ ഒറ്റയ്ക്കാണ് എല്ലായിടത്തും പോയിട്ടുള്ളത്. അതൊരു രസമാണ്, ഇതും ഒരു രസമാണ്. ഹൈക്കോർട്ട് മെട്രോ എത്തിയിട്ട് ഞാൻ ഡെയിലി പോകുന്ന റൂട്ടിൽ നേരെ ഓപ്പോസിറ്റ് എടുത്താൽ സൗക്കാപ്പേട്ട് എത്താം. പക്ഷേ എനിക്കത് ഇതുവരെ അറിയില്ലായിരുന്നു. ഞങ്ങളങ്ങനെ വഴിയൊക്കെ കണ്ടുപിടിച്ച് മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് നടന്നു തുടങ്ങി. ആൻഡ് ഇത് പുള്ളിക്കാരി സൺഫ്ലവേഴ്സിനോടുള്ള അടങ്ങാത്ത പ്രണയം കാണിക്കുന്നതാണ്, ഷോക്കേസ് ചെയ്യുന്നതാണ്. മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ വന്നതൊരു ബസ് സ്റ്റാൻഡിലേക്കാണ്. പറയാതെ വയ്യാട്ടോ, വൃത്തി എന്ന് പറയുന്ന സാധനം ഇല്ല, തീരെയില്ല. അല്ല, ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്താണ് ഞാനവിടെ വന്നത്, അത് വേറെ കാര്യം. അതേപോലെ തന്നെ നല്ല വെയിലും ഒടുക്കത്തെ തിരക്കും. പോരെ, സന്തോഷമായില്ലേ. വളരെ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു തമിഴ് പടം ഈ ബിൽഡിങ്ങിലാണ് ഷൂട്ട് ചെയ്തത് എന്ന് പറഞ്ഞ് എന്നെ കാണിച്ചു തരികയായിരുന്നു എൻ്റെ റൂംമേറ്റ്. പക്ഷേ അത് സത്യമാണോ അല്ലയോ എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയില്ല. പിന്നെ മൈഗ്രെയിൻ വരുന്നെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിലും കൊണ്ട് നടക്കുന്ന എന്നെയാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ ഒരുപാട് കുഞ്ഞു 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 കടകളുണ്ടായിരുന്നു. കൂടുതലും ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെയാണ് അവിടെ ഞാൻ കണ്ടത്. പിന്നെ ആ കസ്റ്റേർഡ് ആപ്പിൾ അഥവാ ആത്തച്ചക്ക എന്നാണ് എൻ്റെ നാട്ടിൽ പറയുക. ഇത് കണ്ടപ്പോൾ ഞാൻ വന്ന സമയത്ത് 1 കിലോ ഈ സാധനം വാങ്ങി. ഞാനത് ഫുള്ള് കളയേണ്ടി വന്നു. അതാണ് എനിക്ക് ഓർമ്മ വന്നത് കണ്ടപ്പോൾ. പിന്നെ ഞങ്ങൾ നടന്ന് പോകുന്ന വഴിയിൽ ഭംഗിയുള്ള പല കാഴ്ചകളും കണ്ടു. അതെല്ലാം തന്നെ ഞാൻ ഫോണിൽ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഈ ക്രൗഡഡ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ ഒക്കെ കണ്ടപ്പോഴത്തേക്കിനും എനിക്ക് നമ്മുടെ കോഴിക്കോടത്തെ SM സ്ട്രീറ്റും എറണാകുളത്തെ ബ്രോഡ്വേയും ഒക്കെയാണ് ഓർമ്മ വന്നത്. പിന്നെ ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു ആൻറ്റി നല്ല ചൂടുള്ള ബോളി വെക്കുന്ന കണ്ടിട്ടുണ്ടായി. അങ്ങനെ അതൊരെണ്ണം വാങ്ങി. ഇവിടെ ബോളിയിൽ അവർ പരിപ്പ്, തേങ്ങ പോലുള്ള സാധനമൊക്കെ സ്റ്റഫ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്കിടയ്ക്ക് തോന്നാറുണ്ട് ചെന്നൈ ഈസ് ഓർ വാസ് ആക്ച്വലി മെൻ ഫോർ മീ. ഞാൻ എങ്ങനെയൊക്കെയോ എന്തായാലും ഇവിടെ തന്നെ വരേണ്ടിയിരുന്നതായിരുന്നു, അല്ലെങ്കിൽ ആയിരുന്നിരുന്നിരിക്കണം, വാട്ടെവർ. ചെറുതിലേ തൊട്ട് സൺ മ്യൂസിക്കും സൺ TV ഒക്കെ കണ്ടു വളർന്നവരാണ് മലയാളികൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ മലയാളികൾക്കും തമിഴ് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാനും ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നൊരു ഭാഷയാണ്. എനിക്കും അതേപോലെയൊക്കെ തന്നെയാണ്. ഞാൻ കരുതിയത് എൻ്റെ മൈൻഡിൽ ഞാൻ നന്നായി തമിഴ് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ്. പക്ഷേ ആക്ച്വലി അല്ല. തമിഴ് കേട്ടാൽ മനസ്സിലാവും, സംസാരിക്കാനായിട്ട് പഠിച്ചു വരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു ജ്വല്ലറി ഷോപ്പിലെത്തി. ആ കിടക്കുന്ന 2 മാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. മാത്രമല്ല, എൻ്റെ ചുറ്റിനുള്ള കുറേ ആൻറ്റിമാരാണ് ഈ ടൈപ്പ് മാലകളിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ റോഡിലേക്ക് നോക്കിയപ്പോൾ ഒരു അടിപൊളി ബൊഗെയിൻവില്ല പൂത്തുലഞ്ഞ് നിൽക്കുന്ന കണ്ടു. എനിക്ക് പല മെറ്റഫോഴ്സും ഒക്കെ ഓർമ്മ വന്നു. എൻ്റെ റൂംമേറ്റിൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. അവരാണ് ആ ഫ്രണ്ടിൽ നടന്നു പോകുന്നത്. അങ്ങനെ നടന്ന് നമ്മളൊരു ലസ്സി ഷോപ്പിലെത്തി. ആ ലസ്സി ഷോപ്പ് ഭയങ്കര ഫേമസ് ആണെന്നാണ് ആൾ പറഞ്ഞത്. ആക്ച്വലി ആളുടെ പേര് വൈശാലി എന്നാണ് കേട്ടോ. ഞാൻ എപ്പോഴും റൂംമേറ്റ്, പുള്ളിക്കാരി അങ്ങനെയാണ് മെൻഷൻ ചെയ്തത് എന്ന് ഞാനിപ്പോഴാണ് അത് നോട്ട് ചെയ്തത്. ഈ കാണുന്ന ബിൽഡിങ് ഒരു മോസ്ക് ആണോ അതോ ഒരു നോർമൽ ബിൽഡിംഗ് ആണോ, ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ഷുവർ. ഈ യെല്ലോ ഡ്രസ്സ് വാസ് വെരി 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 സ്യൂട്ടബിൾ ഫോർ എ ഹൽദി ഫംഗ്ഷൻ. വീണ്ടും നടന്ന് ഒരുപാട് കടകൾ കണ്ടു. അതിലൊരു കടയായിരുന്നു ഈ കട. ചെരുപ്പുകളൊക്കെ വിൽക്കുന്ന കട. അത്യാവശ്യം അഫോർഡബിളാണ്, എന്നാൽ ഭയങ്കര അഫോർഡബിൾ പ്രൈസസ് എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ കടകളും എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനായിട്ട് എനിക്ക് അത്യാവശ്യം പേടിയാണ്. പ്രത്യേകിച്ച് ഇത് പുതിയ സ്ഥലം കൂടെ ആയതുകൊണ്ട് ആ പേടി നന്നായിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ പല കാര്യങ്ങളും അവിടെ നിന്ന് കഴിച്ചു. ഇപ്പോൾ ഓഫീസിൽ പോകുന്നത് കൊണ്ട് തന്നെ മോഡസ്റ്റി ഈസ് ദ കീ എന്നതാണ് ഡ്രസ്സുകളുടെ കേസിലുള്ള വാട്ട് ഈസ് ദിസ് ഇക്വേഷൻസ്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് കുർത്തികൾ പോലെയുള്ള ഡ്രസ്സസ് വാങ്ങാൻ വേണ്ടിയിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള കടയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോയി. ഫോർ ദി ക്ലാരിഫിക്കേഷൻ, ഹ്യൂമൻ ബോഡി സെക്ഷലൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതും ഒരു മനുഷ്യന് വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതും
മോഡസ്ട്രി ഈസ് ദ കീ എന്ന് പറയുമ്പോൾ നമ്മൾ ചേർത്ത് പറയേണ്ട 2 കാര്യങ്ങളാണ്. രാത്രിയായി എല്ലാ കടകളും ലൈറ്റൊക്കെ ഇട്ടപ്പോൾ സ്ട്രീറ്റ് കാണാൻ വളരെ ഭംഗിയുണ്ടായിരുന്നു. രാവിലെയുള്ള തിരക്കിൻ്റെ ഇരട്ടിയായിരുന്നു രാത്രിയിൽ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇളന്തപ്പഴം എന്നാണ് അവരിവിടെ പറയുന്നത്, അതിൻ്റെ ജാം പോലെ ഒരു സംഭവം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ വാങ്ങി കഴിച്ചു. ഡിസ്ക്ലെയിമർ, ഇതൊന്നും ഞാനല്ല വാങ്ങുന്നത്, എൻ്റെ റൂംമേറ്റിൻ്റെ കൂടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ. അപ്പോൾ അവർ എല്ലാവരും കൂടെ വാങ്ങുന്നതിൻ്റെ കുറച്ച് ഞാൻ കഴിച്ചു നോക്കും, ദാറ്റ്സ് ഇറ്റ്. എനിക്ക് വാങ്ങി കഴിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇതൊരു ജെയിൻ ടെമ്പിളാണെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെയോ കഴിച്ചു. ഈ സാധനത്തിൻ്റെ പേര് എനിക്ക് അറിയില്ല. പിന്നെ നമ്മൾ കരിക്ക് കുടിച്ചു. കരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ കൂടുതലും ഞാൻ കണ്ടത് മാരേജ് പർച്ചേസസിൻ്റെ കടകളാണ്. ലെഹങ്കാസ്, അങ്ങനെയുള്ള ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് തിങ്. റോഡിൻ്റെ നടുക്ക് മാറി നിൽക്കുകയാണ്, എന്താ അല്ലേ. ദെൻ നമ്മൾ ചെരുപ്പ് വാങ്ങാനായിട്ട് പോയി. ബട്ട് ആസ് യു ക്യാൻ സീ എല്ലാം ബ്രൈഡൽ കൈൻഡ് ഓഫ് ചെരുപ്പുകളാണ്. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഹോൾ ഷോപ്പിംഗ് ഏരിയ ആണിത്. പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു, അവിടേക്ക് പോയി. അവിടെ ആക്ച്വലി ഹാഫ് ദ പ്രൈസിന് നമുക്ക് ഇതെല്ലാം കിട്ടും. We are going back. Oh my. I think this is kind of a once in a lifetime experience. I don't know whether I will come here again or not. It was nice. It was way too crowdy. Yeah. ഓക്കെ, അതിന് നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടായിരുന്നു, ഐ നോ ദാറ്റ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു. ഒരു ബസ് സ്റ്റാൻഡ് വഴിയാണ് മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നത്. മെട്രോ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ഹൗ മൈ ഡേ വാസ്. ഞാൻ പുള്ളിക്കാരിയോടും ചോദിക്കുമായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ദിവസം അങ്ങനെയൊക്കെ. You want to see Vaishu? No. She said she don't want to. No means no, Vanna. No means no, yes. I know. I want. I'm going to hostel. അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറി. നമുക്ക് കിട്ടിയ കവറാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. You're waiting for this video, Okay, baby. Okay, my sister was also waiting for this video. So here it is. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലെത്തി, ഫ്രഷ് ആയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.